ഹലോ ഗൈസ്, ഇന്നലെ വിജയ് ആരാധകർക്ക് ഒരു നിരാശയുടെ ദിവസമായിരുന്നു. വിജയ് അവസാനമായി അഭിനയിച്ചിരുന്ന ജനനായകൻ പോസ്റ്റ്പോണ്ട് ആയിരിക്കുകയാണ്. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് പോസ്റ്റ്പോണ്ട് ആയിരിക്കുന്നത്. ചിത്രം ഭഗവന്ത് കേസരിയുടെ ഒരു 50% റീമേക്ക് ആണെങ്കിലും ബാക്കി 50% വിജയുടെ രാഷ്ട്രീയമാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനെതിരെയുള്ള ഡയലോഗുകളും അതുപോലെ ഒരുപാട് ബ്രൂട്ടൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കട്ട് പറഞ്ഞ ചിത്രമായിരുന്നു. ഇപ്പോൾ കേസ് കോടതിയിലെത്തിയപ്പോൾ കോടതിയുടെ വിധി വരുന്നത് നാളെ രാവിലെ ആയിരിക്കും. അതുകൊണ്ട് നാളെ റിലീസ് ആവില്ല എന്ന് ഒഫീഷ്യലി അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ട്. ചിത്രം മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോണ്ട് ആയി. മിക്കവാറും ജനുവരി 14നോ 22നോ ആവാം, അല്ലെങ്കിൽ ഫെബ്രുവരിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഏകദേശം 40 കോടിക്ക് മുകളിൽ പ്രീസെയിൽ നടന്ന ചിത്രമായിരുന്നു കൂലി. ലിയോ 2 സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രീസെയിൽ നടന്ന തമിഴ് ചിത്രമായിരുന്നു ജനനായകൻ. ഇനി എല്ലാം ഒന്നിനും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സെയിം അവസ്ഥ തന്നെയാണ് നിലവിൽ പരാശക്തിക്കുള്ളത്. പരാശക്തിക്കും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ശിവാർത്തിന്റെ പരാശക്തി ശനിയാഴ്ചയാണ് റിലീസ്. ഇന്നോ നാളെയോ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിട്ടിയാൽ ശനിയാഴ്ച എന്തായാലും റിലീസാവും. മിക്കവാറും ഇന്ന് തന്നെ പരാശക്തി സർട്ടിഫിക്കറ്റ് കിട്ടാനാണ് സാധ്യത. മറ്റൊരു ചിത്രമായ പൊങ്കലിനെത്തുന്ന പ്രഭാസിന്റെ രാജാസാബിന്റെ കേരളത്തിലെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം നാളെയാണ് റിലീസിനെത്തുന്നത്. ഇന്ന് റോക്കി ബൈ യാഷിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ യാഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിൽ നിന്ന് ഒരു ഗ്ലിംസ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ഹോളിവുഡ് ലെവൽ പിടിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ്. അതുപോലെ തന്നെ ജനനായകൻ റിലീസ് മാറിയപ്പോൾ നിഖില വിമലിന്റെ പെണ്ണ് കേസ് ജനുവരി 10ലേക്ക് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രവും നാളെ റിലീസ് എത്തുകയാണ്. ദിവസവും സിനിമ അപ്ഡേറ്റ്, ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചു. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.